വിവാഹം, ഡിവോഴ്സ്, ഡിപ്രഷൻ അങ്ങനെ 10 വർഷം കടന്നുപോയി. തിരിച്ചുവരവിൽ അർച്ചന കവി. നീലത്താമര എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരമാണ് അർച്ചന കവി. പിന്നീട് ഏതാനും ചില സിനിമകളിലും താരം പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ പിന്നീട് ചില വെബ് സീരീസുകളിൽ അർച്ചന വന്നെങ്കിലും സിനിമകളിൽ അത്ര സജീവമായിരുന്നില്ല. നിലവിൽ 10 വർഷത്തിനു ശേഷം ബിഗ് സ്ക്രീനിൽ തിരിച്ചെത്തുകയാണ് താരം. ടൊവിനോ തോമസ് നായകനായി എത്തിയ ഐഡന്റിറ്റിയിലൂടെയാണ് അർച്ചനയുടെ തിരിച്ചുവരവ്. ഈ അവസരത്തിൽ 10 വർഷം എവിടെയായിരുന്നുവെന്ന ചോദ്യത്തിന് അർച്ചന കവി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരിക്കുകയാണിപ്പോൾ. 10 വർഷത്തിനു ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ് ഐഡന്റിറ്റി. ഇതെന്റെ തിരിച്ചുവരവ് സിനിമ എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്. ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത് എന്തെന്ന് ചോദിച്ചാൽ എന്നെ ആരും വിളിച്ചില്ല, അത്രയുള്ളൂ. ഇതിനിടയിൽ ഞാൻ വിവാഹം കഴിച്ചു, പിന്നാലെ ഡിവോഴ്സ് നടന്നു, ഡിപ്രഷനും വന്നു. ഒടുവിൽ അതിൽ നിന്നും റിക്കവറായി, ശേഷം ഐഡന്റിറ്റി ചെയ്തു. ഇതിനെല്ലാം ഒരു 10 വർഷം എടുക്കുമല്ലോ എന്നാണ് അർച്ചന കവി പറഞ്ഞത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ്. 2016 അർച്ചന കവിയുടെ വിവാഹം. സ്റ്റാൻഡപ്പ് കൊമേഡിയനായ അഭിഷ് മാത്യു ആയിരുന്നു ഭർത്താവ്. കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും ദാമ്പത്യം അധികനാൾ നീണ്ടുനിന്നില്ല. ഒടുവിൽ 2021 ഇവർ വേർപിരിയുകയായിരുന്നു. ജനുവരി 2 റിലീസ് ചെയ്ത ചിത്രമാണ് ഐഡന്റിറ്റി. ഹിറ്റ് ചിത്രം ഫോറൻസിക് ടീം വീണ്ടും ഒന്നിച്ച ചിത്രം മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ്. ആദ്യ ദിനം 1.72 കോടിയാണ് ഐഡന്റിറ്റി നേടിയതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. തൃഷ, വിനയ് റായ് എന്നിവരും പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന് തമിഴ്നാട്ടിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് 40ഓളം എക്സ്ട്രാ സ്ക്രീനുകൾ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിവാഹം കഴിച്ചു, പിന്നെ ഒരു ഡിവോഴ്സ് നടന്നു, പിന്നെ ഒരു ഡിപ്രഷൻ നടന്നു, പിന്നെ റിക്കവർ ചെയ്തു, പിന്നെ ഈ പടം ചെയ്തു. അപ്പൊ ഒരു 10 വർഷം എടുക്കൂലോ. അത് നിങ്ങൾ ഇവരോട് അഖിലേക്ക് ഉണ്ടാവോ?